തൃശ്ശൂരിൽ ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ്. ശരത്ത് ഓങ്ങല്ലൂരുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ശരത്തെ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? കാരണം വളരെയധികം ദാരുണമായൊരു കാര്യമാണ്. അനന്തപുരം സ്വദേശിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? എന്താണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ? ഭദ്ര, ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് പുതുക്കാട് ആനന്ദപുരം കള്ളുഷാപ്പിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ അതിദാരുണമായൊരു സംഭവം ഉണ്ടാകുന്നത്. അനിയനായിട്ടുള്ള യദുകൃഷ്ണനാണ് കൊല്ലപ്പെടുത്തിയിട്ടുള്ളത്. ജ്യേഷ്ഠനായിട്ടുള്ള വിഷ്ണുവും യദുകൃഷ്ണനും ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടയിൽ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കം. പെട്ടെന്ന് വിഷ്ണു മദ്യക്കുപ്പികളും പട്ടികയും ഉപയോഗിച്ച് അനിയൻ യദുകൃഷ്ണനെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ യദുകൃഷ്ണനെ രാത്രി 8 മണിയോട് കൂടി തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 11 മണിയോട് കൊല്ലപ്പെടുകയായിരുന്നു. ഇതിനിടെ കൊല നടത്തിയ വിഷ്ണു അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്: വിഷ്ണു തൻ്റെ രണ്ടാം അച്ഛനായ യദുവിൻ്റെ അച്ഛനായിട്ട് കഴിഞ്ഞ ദിവസം തർക്കം നടന്നിരുന്നു. അതിനു മുമ്പ് വിഷ്ണു യദുവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കമാണ് കള്ളുഷാപ്പിൽ വെച്ച് ഇന്നലെ മൂർച്ഛിക്കുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യദുവിനെ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഭദ്ര, ശരത്തെ, നിലവിൽ ഈ ജ്യേഷ്ഠൻ ഒടുവിൽ പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, സംഭവത്തിന് ശേഷം ജ്യേഷ്ഠൻ വിഷ്ണു ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പുതുക്കാട് പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇന്നലെ രാത്രി ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഈ ദൃക്സാക്ഷികളെല്ലാം ചേർന്ന് തന്നെ പെട്ടെന്ന് യദുകൃഷ്ണനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയം കൊണ്ട് തന്നെ ഈ കൊല നടത്തിയ അല്ലെങ്കിൽ ഇയാളെ യദുവിനെ ആക്രമിച്ച വിഷ്ണു രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും അയാൾക്ക് വേണ്ടിയിട്ടുള്ള പോലീസിൻ്റെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭദ്ര, തൃശ്ശൂരിലാണ് ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തിയത്. അനന്തപുരം സ്വദേശി യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ വിഷ്ണു ഒളിവിൽ പോയിരിക്കുന്നു. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ശരത്തെ, മറ്റൊരു വാർത്ത കൂടി ശരത്തിലേക്ക് വരാനുണ്ട്. അതായത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവിന് മോചനം. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിൻ കുര്യനെയാണ് വിട്ടയച്ചത്. മോസ്കോയിൽ ആശുപത്രിയിൽ നിന്ന് യുവാവിന് ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. ശരത്ത്, എന്തായാലും വളരെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആശങ്കകളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ജെയിൻ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? എപ്പോൾ ഇദ്ദേഹത്തെ കേരളത്തിലേക്ക് എത്തിക്കും? ഭദ്ര, ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ജെയിൻ ദില്ലിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നാണ് ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളി യുവാക്കളെ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അവിടെ വെച്ച് 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ വർഷം ജനുവരി മാസത്തിൽ ബിനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊല്ലപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഈ സംഭവം വീണ്ടും പുറം ലോകത്ത് വളരെ സജീവമായ ചർച്ചയായത്. കഴിഞ്ഞ ദിവസം ജെയിൻ കുര്യനും ഇത്തരത്തിൽ ഒരു വീഡിയോ മോസ്കോയിൽ നിന്ന് ബന്ധുക്കൾക്ക് അയച്ചു നൽകിയിരുന്നു. തന്നെ വീണ്ടും, അതായത് പരിക്കേറ്റ് കിടക്കുകയായിരുന്നു ജെയിൻ കുര്യൻ എന്ന് പറയുന്നത്. പരിക്ക് മാറിയതിനെ തുടർന്ന് തന്നെ വീണ്ടും യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബന്ധുക്കൾക്ക് ഒരു വീഡിയോ സന്ദേശം അയച്ചിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ജെയിൻ കുര്യൻ മോസ്കോയിൽ നിന്ന് ദില്ലിയിൽ എത്തി എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എത്തിയത്, ആരുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത് എന്ന കാര്യങ്ങളെക്കുറിച്ച് ബന്ധുക്കൾക്കും വ്യക്തതയില്ല. അതുമായി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജെയിൻ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ജെയിൻ നാട്ടിലെത്തുമെന്നാണ് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നും സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നാട്ടിലെത്തുന്ന ജെയിൻ ദില്ലിയിൽ എത്തിയെന്ന് അറിഞ്ഞത് വലിയ സന്തോഷത്തിലാണ് വീട്ടുകാരെങ്കിലും ഈ കൊല്ലപ്പെട്ട ബിനിൽ, കഴിഞ്ഞ ജനുവരി മാസത്തിൽ കൊല്ലപ്പെട്ട ബിനിൽ ഈ ജെയിൻ്റെ അളിയനാണ്. സ്വാഭാവികമായിട്ടും ബിനിലിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി ഈ പറയുന്ന ജെയിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഭദ്ര, ശരി, ശരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവിന് മോചനം. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ജെയിൻ. എന്തായാലും അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നു. മോസ്കോയിൽ ആശുപത്രിയിൽ നിന്ന് യുവാവിനെ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തെ കേരളത്തിൽ എത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒപ്പം ഈ ജെയിനൊപ്പം ബിനിൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് ഇല്ല. അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എത്രയും വേഗം വേണമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ശരത്ത് ഓങ്ങല്ലൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.